നമ്മുടെ അനു ജിസേലിൻ്റെ മേക്കപ്പ് സാധനം പൊക്കിയിരിക്കുകയാണ് കേട്ടോ. എന്ത് സാധനമാണെന്നൊന്നും നമുക്ക് അറിയില്ല, കാര്യം ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ബിഗ് ബോസ് കൊടുത്ത ഏതോ ഒരു ബോഡി ലോഷനോ എന്തോ കൊടുത്ത ഒരു ടിന്നിനകത്താണ് ഇത് ഒഴിച്ചു വെച്ചേക്കുന്നത്. അത് നമ്മൾ അനുമോള് കൈയോടെ പൊക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇപ്പം എല്ലാവരും ഗെയിം കളിക്കാൻ വന്നവരാണല്ലേ. ഇപ്പം നമ്മുടെ ജിസേലാണെങ്കിലും അനുമോളാണെങ്കിലും അങ്ങനെ വന്നവരാണ്. രണ്ടുപേർക്കും ഈക്വലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്. ബിഗ് ബോസ് എന്ത് കാര്യം ചെയ്യേണ്ടെന്ന് പറയുന്നു അത് രണ്ടുപേരും ചെയ്യാൻ പാടില്ല. എന്ത് കാര്യം ചെയ്യാൻ പറയുന്നു അത് രണ്ടുപേരും ചെയ്യുകയും വേണം. പക്ഷേ ഇവിടെ നമ്മുടെ ജിസേൽ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു, പല പ്രാവശ്യം വാണിയും കൊടുത്തു. നമ്മുടെ ലാലേട്ടൻ ജിസേലിൻ്റെ പെട്ടി തിരിച്ചയക്കുക വരെ ചെയ്തു. എന്നിട്ടും ഇത് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ ഒന്നും പറയാനില്ല. ഈ ആഴ്ച നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടാനാണ് പോകുന്നത് എനിക്കറിയില്ല. മിക്കവാറും ഈ ഒരു കാര്യത്തിൽ വേണമെങ്കിൽ പുറത്താക്കുകയോ യെല്ലോ കാർഡ് കിട്ടുകയോ ഒക്കെ ചെയ്യാം. ജിസേലിന് ലാസ്റ്റ് വാണിംഗ് പല പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് ജിസേലിന് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും നമ്മുടെ അനുമോള് നടന്ന് കണ്ടുപിടിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, നമ്മുടെ അനുമോൾക്ക് ആകെ ഒരൊറ്റ ഗെയിമേ ഉള്ളൂ, അത് ജിസേലാണ്. ജിസേലിൻ്റെ പുറകെ നടന്ന് ജിസേലിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക മാത്രമാണ്. അത് ഒറ്റയ്ക്കൊന്നുമല്ല, ഇവർ ഈ ലേഡീസ് എല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ജിസേലിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത് വേണ്ടിയിരുന്നില്ല, അനുമോൾക്ക് കണ്ടുപിടിക്കാനുള്ളത് അനുമോൾ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാറ്. പക്ഷേ ജിസേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ കൂട്ടുചേരുമ്പോൾ നമുക്കിപ്പോൾ തോന്നും എന്തിനാണ് ഇങ്ങനെ കൂട്ടത്തോട് ആക്രമിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ജിസേലിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും തെറ്റ് ജിസേലിൻ്റെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ ഈ കൂട്ട ആക്രമണം ഒന്നൊഴിവാക്കിയാൽ അനുമോളുടെ ഗെയിം അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ശൈത്യ അനുമോളുടെ കൂടെ മാത്രമല്ല, അത് ആരുടെ കൂടെ ശൈത്യ പോയിരുന്നാലും ഒരു നെഗറ്റീവ് വേ ആണ് ശൈത്യയ്ക്ക്. എല്ലാവരെയും കുറിച്ച് കുറ്റം പറയുക മാത്രമാണ് ശൈത്യയുടെ ഒരു പോയിന്റ്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശൈത്യ ആരെ കൂടെ ഇരുന്നാലും ശൈത്യയ്ക്ക് മറ്റുള്ളവരെ കുറ്റം പറയുക എന്നതാണ് ശൈത്യയുടെ വലിയൊരു ഗെയിം. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഷാനവാസിനെ കുറിച്ച് നമ്മുടെ ജിസേലിൻ്റെ പുറകെ നടന്ന് കുറ്റം പറയുന്നൊരു ഒരാളായിരുന്നു ശൈത്യ. അവിടെ ജിസേൽ വീഴാത്തതുകൊണ്ട് പിന്നീട് ജിസേലും അനുമോളും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അനുമോളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ജിസേൽ ഗെയിം കളിക്കുന്നു. കാര്യം എന്ന് പറയുന്നത് ജിസേൽ മുൻപ് പറഞ്ഞിരുന്നു ശൈത്യയോട്, എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് തോട്ട് മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതെന്ന്. അത് ശൈത്യക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അന്ന് തന്നെ ശൈത്യ പറയുന്നു, ഞാൻ അങ്ങനല്ല പറയുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ പറയുമായിരുന്നു എന്ന്. അപ്പം ജിസേൽ പറയുന്നുണ്ടായിരുന്നു, എന്തിനാ എപ്പോഴും പറയണ്ട, ഞാൻ കേട്ടല്ലോ ഒരു പ്രാവശ്യം, പിന്നീട് എപ്പോഴും പറയണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ശൈത്യ ജിസേലിൽ നിന്ന് മാറിയിട്ട് അനുമോളുമായിട്ട് കൂട്ടായത്. അതിനുശേഷം അനുമോളുടെ കൂടെ നിന്ന് ജിസേലിനെതിരെ നല്ലൊരു ഗെയിം നമ്മുടെ ശൈത്യയും കളിക്കുന്നുണ്ട്. എന്തായാലും ഈ കൂട്ടത്തോടുള്ള ആക്രമണം ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ജിസേൽ ചെയ്ത കാര്യങ്ങൾ പുറത്ത് കാണിക്കുക എന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ജിസേലിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജിസേലിൻ്റെ സാധനങ്ങൾ തപ്പിപ്പറക്കുക, ജിസേലിനെ മാറിയിരുന്ന് കുറ്റം പറയുക, ഇവരെ രണ്ടുപേരുടെ മെയിൻ ടോപ്പിക്ക് ജിസേലിനെ മാത്രം പറയുക എന്നുള്ളതാണ്. പിന്നീട് നിവിനെ പറയും. ഇവർ രണ്ടുപേരെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. നിങ്ങൾ ലൈവ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. എന്തായാലും അനുമോള് പുറകെ നടന്ന് അനുമോള് വിചാരിച്ച കാര്യം സാധിച്ചെടുത്തു. ഇത് ജിസേലിന് പണിയാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം.